ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് നടക്കുകയാണ്. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഇന്നലെയൊക്കെ നടന്ന ഇടപെടൽ, ആ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് വധശിക്ഷ നീട്ടിവെക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഇപ്പോൾ എങ്ങനെയെങ്കിലും നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള അടിയന്തര ഇടപെടലുകളൊക്കെ യമനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലും ചില കോണുകളിൽ നിന്നൊക്കെ നെഗറ്റീവായ ചില വാർത്തകളും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട് താനും. ഇപ്പോൾ ഷെയ്ഖ് ഹബീബ് ഒമറിൻ്റെ അനുയായിയായിട്ടുള്ള ശിഷ്യനായിട്ടുള്ള ജവാദ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ പല രീതിയിലാണ് വാർത്തകൾ വരുന്നത്, പല കോണുകളിൽ നിന്നും പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്? ഓക്കെ, നിലവിൽ ഇപ്പോൾ വളരെ സുഗമമായ ഒരു ചർച്ചകൾ 2-3 ദിവസമായിട്ട് നടക്കുകയാണല്ലോ. അപ്പോൾ ഇതൊന്ന് ഒരു സ്റ്റേറ്റ് ഇടപെട്ട് തീരുമാനമാക്കേണ്ട ഒരു സ്റ്റേജിലല്ല ഈ സംഭവം ഉള്ളത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന്, യമനിൽ സ്റ്റേറ്റ് ഇല്ല പ്രോപ്പറായിട്ടുള്ള. ഇപ്പോൾ സൗത്ത് യമനുണ്ട്, റാഷിദ് അൽ ഹലീമിയുടെയും സാലിം സലാഹ് അബ്ദുള്ളയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു ഔദ്യോഗികം എന്ന് പറയാൻ പറ്റുന്നൊരു ഗവൺമെൻറ് ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ദമർ, തലാലിൻ്റെ നാട് ഉൾപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് നോർത്ത് യമനിലാണ്. ഹൂത്തി അധിനിവേശ പ്രദേശമാണ്. അപ്പോൾ ഇതിൽ ഈ 2 സ്ഥലത്തും പ്രോപ്പറായിട്ടുള്ള പോലീസിങ് സംവിധാനമോ പ്രോപ്പറായിട്ടുള്ള സ്റ്റേറ്റോ ഒന്നും ഒരു പ്രോപ്പർ ചാനലിലൂടെയല്ല നടക്കുന്നത്. അതൊരു കുറച്ചും കൂടി ഒരു വേറൊരു മോഡൽ, നമുക്ക് സങ്കല്പിക്കുന്നതിനപ്പുറത്തുള്ള തീരെ സിസ്റ്റമാറ്റിക് അല്ലാത്ത ചില സംവിധാനങ്ങൾ, താൽക്കാലിക സംവിധാനങ്ങളാണ് നിലവിലവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒന്നും ഡിപ്ലോമാറ്റിക് സ്ഥാപനങ്ങളൊന്നുമില്ല. ഇനി ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു 2 സ്റ്റേറ്റുകൾ തമ്മിൽ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേസല്ല ഇത്. ഇതിൻ്റെ ഒരു എൻഡിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം അവിടുത്തെ ജിനായത്ത് കോടതി അഥവാ ക്രിമിനൽ കേസുകൾ പരിഗണിക്കുന്ന ശരിയത്ത് കോടതി ഇവർ അന്തിമമായി വധശിക്ഷ വിധിച്ചു കഴിഞ്ഞു. ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാനുള്ള സ്കോപ്പ് ഉണ്ടെങ്കിൽ അത് ഈ ഇരയുടെ രക്തബന്ധുക്കൾക്കാണ്, ആ കുടുംബത്തിനാണ്. അവർ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അതിന് 2 ഓപ്ഷനാണ് ശരിയാ ലോ പ്രകാരം ഉള്ളത്. ഒന്ന് ഉപാധികളോടെയുള്ള മാപ്പ്, അല്ലെങ്കിൽ നിരുപാധികളോടെയുള്ള മാപ്പ്. അത് കുടുംബത്തിൻ്റെ താല്പര്യമാണ്. ഈ മാപ്പ് മാത്രമേ നിമിഷപ്രിയയുടെ മുമ്പിലുള്ള ഏക വഴി. അപ്പോൾ ഈ മാപ്പാണെങ്കിൽ നമ്മുടെ അവകാശമല്ല, മറിച്ച് ഇവിടെ വളരെ ക്രൂരമായ ഒരു ക്രൈം സംഭവിച്ചിട്ടുണ്ട് എന്നത് അത് വസ്തുതയാണ്. ആ വേദനയും വികാരവും കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും ആ രാഷ്ട്രത്തിലെ പൗരന്മാർക്കും ഉണ്ടാകും എന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, ദയനീയമായി ചോദിക്കുന്നത് ഔദാര്യമാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യേണ്ടത് ചില ഇമോഷൻസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ഇടപെടുന്നത് തന്നെ ഈ കുടുംബം ഉൾപ്പെടെ, അവിടെയുള്ള ഗോത്രങ്ങൾ ഉൾപ്പെടെ സമാദരണീയനായി കാണുന്ന, ലോകത്ത് തന്നെ ഏറ്റവും സ്വാധീനമുള്ളൊരു സൂഫി പണ്ഡിതനെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലോടുകൂടി ഇപ്പോൾ ഈ നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിലിൻ്റെ ആളുകൾ പോലും പറഞ്ഞതുപോലെ 5 വർഷത്തെ നിയമ പോരാട്ടങ്ങൾ കൊണ്ട് നേടാത്ത പ്രതീക്ഷയുടെ ഒരു കവാടങ്ങൾ ഉസ്താദിൻ്റെ 72 മണിക്കൂർ നേരത്തെ ഇടപെടലുകൾ കൊണ്ടാണ് ഈ ഉത്തരവ് പോലും സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് മറ്റ് ചില വൈകാരികമായ ചില താല്പര്യങ്ങളും സ്നേഹങ്ങളും ബന്ധങ്ങളും ആത്മീയമായ ചില പശ്ചാത്തലങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഹബീബ് ഉമർ അവരോട് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അധികാരപരമായ റൈറ്റ്സ് വെച്ചിട്ടല്ല, മറിച്ച് നിങ്ങളൊരു മനുഷ്യനോട് പൊരുത്തപ്പെട്ട് കൊടുത്താൽ ദൈവം നിങ്ങളോട് പൊരുത്തപ്പെടും പോലെയുള്ള അദ്ദേഹത്തിൻ്റെ സൂഫി ലാംഗ്വേജിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇടപെടലിലൂടെയാണ് ഈ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വളരെ സുഗമമായി ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇപ്പോൾ ഇതിന് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ പോലും നിഷേധിക്കുന്ന ചില നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് അവിടെ പ്രചരിക്കുകയാണ് ഈ നമ്മുടെ മീഡിയകളിൽ വരുന്നത്. ഇപ്പോൾ ഇന്നലെ ഈ ഉസ്താദിൻ്റെ വിധിപ്പകർപ്പ് പങ്കുവെച്ചപ്പോൾ ഈ ഗ്രാൻഡ് മുഫ്തി എന്നുള്ളൊരു എംബ്ലം അതിനകത്തുണ്ട്. ആ എംബ്ലം വെച്ചുകൊണ്ട് പലരും സംശയം ഉന്നയിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു വിശദീകരണം എന്താണ്? അത് സ്വാഭാവികമായിട്ടും ഈ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ കാന്തപുരം ഉസ്താദിൻ്റെ ഇതിൻ്റെ ആധികാരികതയെ പോലും ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെന്ന് മലയാളികൾക്കറിയാം. അപ്പോൾ ഈ പകർപ്പ് ഉസ്താദ് തന്നെ ഇടപെടലുകൾ നടത്തി ഉസ്താദിന് കിട്ടിയപ്പോൾ ആ വാട്ടർമാർക്ക് വെച്ചുകൊണ്ട് തന്നെ മനഃപൂർവ്വം അങ്ങനെ ഔട്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതുമായിട്ട് പലരും രംഗത്ത് വരികയായിരുന്നു. ഇപ്പം പലരുടെയും ഒരു പ്രകോപനം, ഞാൻ ഇന്നലെ തന്നെ പല മീഡിയകളിലും പലരും പറയുന്നത് കണ്ടത്, ഈ പകർപ്പ് വാട്ടർമാർക്ക് വെച്ച് പ്രചരിപ്പിച്ചു എന്നതാണ്. കാരണം അവർക്കൊന്നും ഇതിൻ്റെ കർത്തൃത്വം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരാൻ പറ്റിയില്ല. അപ്പോൾ ആ സഹോദരന് പോലും കോടതിയിൽ നിന്നുള്ള ഉത്തരവ് കൈപ്പറ്റുന്നതിൻ്റെ മുമ്പ് ഈ ഇരയുടെ സഹോദരന് പോലും കിട്ടുന്നത് കാന്തപുരം ഉസ്താദിൻ്റെ വാട്ടർമാർക്കോട് കൂടിയുള്ള അദ്ദേഹത്തിനാണ് കോടതിയിൽ നിന്ന് ആദ്യമായിട്ട് ഈ പകർപ്പ് കിട്ടുന്നത് പോലും. അപ്പോൾ അതിന്ന് നമുക്ക് വളരെ ക്ലാരിറ്റിയോടെ അദ്ദേഹം അങ്ങനെയല്ലായിരുന്നു കാന്തപുരം ഉസ്താദ് പുറത്തുവിട്ടതെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ ഇതിലെ ഇടപെടലുകൾ വിമർശന വിധേയമാകുന്ന സാഹചര്യം പോലും ഉണ്ടാകുമായിരുന്നു. ഈ തുടർ ചർച്ചകൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു വാർത്ത. ഇന്നും യമനിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.
ഇനി എന്താണ് അവിടെ ഈ കുടുംബങ്ങൾ തമ്മിൽ ഒരു ഏകാഭിപ്രായം ഉണ്ടാവണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ സാധ്യതകൾ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇന്നലെ വരെ വളരെ ആശ്വാസകരമായ രൂപത്തിൽ ഈ പകർപ്പുകൾക്കൊക്കെ ശേഷം, ഇതൊക്കെ പുറത്തുവിട്ടതിന് ശേഷവും കാന്തപുരം ഉസ്താദ് നിരന്തരം അവിടെ ബന്ധപ്പെടുകയും രാത്രിയൊക്കെ ദിയാമണിയുടെ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചില നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അറിയുന്നത്, ഞാൻ ആധികാരികമായി പറയുകയല്ല, എനിക്ക് ലഭിച്ച വിവരപ്രകാരം ആ ചർച്ചകൾ ഇന്ന് കുറച്ച് സങ്കീർണമായിട്ടുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഇവർ ആർക്ക് വേണ്ടിയാണോ ഈ മലയാളി സഹോദരിയോട് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായത്, അവരത്രയും ആദരിക്കുന്ന ആ പണ്ഡിതന്മാരുടെ പങ്കിനൊക്കെ നിഷേധിച്ചുകൊണ്ടുള്ള ചില പ്രചാരണങ്ങൾ ഇവിടെ നടക്കുന്നത്, ചില വീഡിയോകൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും പറയുന്ന വീഡിയോകൾ സബ്ടൈറ്റിലോടുകൂടി പ്രചരിക്കുകയും ഈ കുടുംബകാരണവന്മാർ, ഈ മാപ്പ് നൽകാൻ തയ്യാറായ, ഒത്തുതീർപ്പിന് തയ്യാറായ ആളുകൾക്കെതിരെ അവരുടെ ഗോത്രങ്ങളിലുള്ള യുവാക്കൾ ശക്തമായി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്, ഇതിലിപ്പോൾ ആരുടെയും സഹായം ആവശ്യമില്ല. ഇപ്പോൾ കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിൻ്റെ സൗഹൃദവും ബന്ധവും ഉപയോഗിച്ച് ശക്തമായൊരു ഇടപെടൽ നടത്തുന്നുണ്ട്. ഇത് നമുക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും സ്റ്റേറ്റിനോ ഇവിടെയുള്ള പ്രവർത്തകർക്കോ ആർക്കും ഡിപ്ലോമാറ്റിക് സ്ഥാപനങ്ങൾക്കോ ഒന്നും ഇടപെടാൻ പറ്റുന്ന കേസല്ല കുടുംബത്തെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ പ്രോസസ്സ് കഴിയുന്നത് വരെ നമ്മൾ മൗനം പാലിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ കേസിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഓരോ ഇടപെടലും ദോഷം ചെയ്യുമെന്നല്ലാതെ ഒരു നിലക്കും ഇതിന് ഗുണം ചെയ്യാൻ പോകുന്നില്ല. ഇത് കൂടുതൽ സങ്കീർണമാകും. സ്വാഭാവികമായിട്ടും ആ നാട്ടിൽ ആദരിക്കപ്പെടുന്ന മനുഷ്യന്മാരെ അവരുടെ വിട്ടുവീഴ്ച ചെയ്യുന്ന ഘട്ടങ്ങളിൽ നമ്മൾ അപ്പോൾ പോലും അവഹേളിക്കുന്നു, അത്തരത്തിലുള്ള ആർഗ്യുമെൻറ്റുകൾ നടത്തുന്നു. ഇത് കൂടുതൽ സങ്കീർണമാക്കിയേക്കാം. അതിനെ മലയാളികൾ ഒറ്റക്കെട്ടായി ചെറുക്കുകയും അത്തരത്തിലുള്ള ആളുകളുടെ പ്രചാരണങ്ങൾക്ക്, അവരുടെ ശബ്ദങ്ങൾക്ക് മാധ്യമങ്ങൾ ദൃശ്യത നൽകാതിരിക്കുകയും ചെയ്യുകയാണ് നമ്മളിപ്പോൾ വേണ്ടത്. നിമിഷപ്രിയയുടെ മോചനത്തിന് വധശിക്ഷ ഒഴിവാക്കുന്നതിനൊക്കെ തടസ്സമായിക്കൊണ്ട് ചില പ്രചാരണങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് പോലും ആ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. യമനിലെ പലർക്കും അതൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ഷെയ്ഖ് ഹബീബ് ഉമറിൻ്റെ പ്രതിനിധി അടക്കം അവിടെ വലിയ രീതിയിൽ ചർച്ചകൾ നടത്തുകയാണ്, ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഈ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടാവുമ്പോൾ വിഷയം കുറെ കൂടെ സങ്കീർണമാവുന്നു എന്നുള്ളതാണ് കാര്യം. എന്തായാലും ഷെയ്ഖ് ഹബീബ് ഉമറിൻ്റെ പ്രതിനിധിയുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ അവിടെ പുരോഗമിക്കുകയാണ്. അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.